الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. أما بعد، اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, കിതാബിൽ അടുത്ത ബാബ് വരുന്നത് ബാബൽ ഇഖ്തിസാദ് ഫിൽ ത്വാഅത്ത്. ഇഖ്തിസാദ് ഉണ്ടാവുക, ത്വാഅത്തുകളിൽ ഇഖ്തിസാദ് ഉണ്ടാവുക എന്നതിൻ്റെ ഉദ്ദേശം നമ്മളുടെ സൽക്കർമ്മങ്ങളിൽ ഒരു മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം ഒരിക്കലും നമ്മൾ തെറ്റായി ധരിക്കരുത്. സൽക്കർമ്മങ്ങൾ കുറച്ച് ചെയ്താൽ മതി എന്നല്ല അതിൻ്റെ ഉദ്ദേശം. തീവ്രമായ രീതിയിൽ ചെയ്യുന്നതിൽ നിന്നും ഒരു പിന്മാറുക എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ തിരുസുന്നത്തിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തെ പറ്റി ഉണർത്തുന്നതായി കാണാം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ നഫ്സിനും ആ നഫ്സിന്റെ കഴിയുന്നതിന്റെ പരിധിക്കപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയില്ല. ഈ രീതിയിൽ നമുക്ക് ഖുർആനിലൂടെയും സുന്നത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബിയുടെ ഒരു ഭാര്യയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നത് കാണുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഇത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവൾ പറയുന്നു, ഇത് ഒരു സ്ത്രീയാണ്, ഇവരുടെ നമസ്കാരത്തെ പറ്റിയൊക്കെ നല്ല രീതിയിൽ വർണ്ണിക്കുന്നു. അതായത് അവർ നല്ല നമസ്കാരക്കാരിയാണ് എന്ന രീതിയിൽ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിമാ തുതീഖൂൻ. മതി, നിർത്തുക, ആ സംസാരം നിർത്തുക. അലൈക്കും ബിമാ തുതീഖൂൻ, നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുക. ഫവല്ലാഹി ലാ യമൽ അല്ലാഹു ഹത്താ തമല്ലു. അള്ളാഹുവാണ് സത്യം, നിങ്ങൾക്ക് മടുക്കുന്നത് വരെ അള്ളാഹുവിനെ മടുക്കുകയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്കിനെ നമ്മൾ തെറ്റായ രീതിയിലല്ല മനസ്സിലാക്കാൻ. പല ആളുകളും അങ്ങനെ മനസ്സിലാക്കാറുണ്ട്. ആ നമസ്കാരം കുറെ നമസ്കരിക്കേണ്ട, കുറച്ച് നമസ്കരിച്ചാൽ മതി എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾക്ക് നമസ്കരിക്കാം, എത്ര വേണമെങ്കിലും നമസ്കരിക്കാം, പക്ഷേ അതിൽ നിങ്ങൾക്കൊരു മടുപ്പ് അനുഭവപ്പെടരുത്. നിങ്ങൾക്ക് മടുക്കുന്നത് വരെ അള്ളാഹുവിന് മടുക്കുകയില്ല എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുന്നത് മതി, കഴിവിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഈമാനിന്റെയും നിങ്ങളുടെ ഇൽമിന്റെയും പരിധിക്കും അപ്പുറത്തേക്കുള്ള അമലുകൾ അതിന്റെ ആവശ്യമില്ല. കാരണം അത് അധികം വൈകാതെ അത് നിന്നു പോകും. നിങ്ങൾക്ക് എത്ര കഴിയുന്നുണ്ട്, ഒരുപാട് കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. പക്ഷെ കഴിവിന്റെ അപ്പുറത്തേക്കുള്ളത് ആണ് എങ്കിൽ, പലരുടെയും കഴിവ് പലതാണല്ലോ, നമുക്ക് എല്ലാവരെയും ഒരുപോലെ വിലയിരുത്താൻ കഴിയില്ല. ഈമാൻ വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ ഇൽമ വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ സബർ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടതില്ല. അള്ളാഹുവിന് മടുക്കുകയില്ല, നിങ്ങൾക്ക് മടുക്കുന്നത് വരെ. എന്താണ് ഈ അള്ളാഹുവിന്റെ മടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ലാ യഖ്തഉ സവാബഹു അൻകും വജസാഅ അമാലികും വയുആമിലുകും മുആമലത്തൽ മാൽ ഹത്താ തമല്ലു ഫതത്റുകു. അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകി അള്ളാഹുവിന് മടുപ്പില്ല എന്നാണ് അർത്ഥം. എത്ര പ്രതിഫലം വേണമെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് തരും, അതിൽ അള്ളാഹു ഒരു മടുപ്പും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് അവസാനം അത് നിൽക്കുന്ന അവസ്ഥയിലായി കഴിഞ്ഞാൽ ആ പ്രതിഫലവും നിൽക്കും. അതുകൊണ്ട് അത് നിൽക്കാത്ത രീതിയിൽ, അള്ളാഹുവിന്റെ പ്രതിഫലം മുറിഞ്ഞു പോകാത്ത രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്നത് കുറച്ചാണെങ്കിലും അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനകളിലെ തീവ്രത, ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. പക്ഷെ എപ്പോഴും തീവ്രത എന്നത് ആപേക്ഷികമാണ്. എന്റെ മനസ്സിലുള്ള തീവ്രതയാകണമെന്നില്ല മറ്റൊരാളുടെ മനസ്സിലെ തീവ്രത. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക, അതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കുക. ആ രീതിയിലുള്ള ഒരു അധ്യാപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ എന്നുള്ളത്. കഴിവതും മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക.
റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.